പരിയാരം സഹകരണ മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുന്നതിന് ധനവകുപ്പ് അംഗീകാരം നൽകാത്തതാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി. കഴിഞ്ഞ മന്ത്രിസഭായോഗം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കുന്നതിന്റെ നിയമ സാമ്പത്തിക വശങ്ങൾ പഠിക്കാൻ മന്ത്രി കെ എം മാണിയെ ചുമതലപ്പെടുത്തിയിരുന്നു. സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ കോളേജ് ഏറ്റെടുക്കുന്നത് പ്രതിസന്ധി കൂടുതൽ രൂക്ഷമാക്കുമെന്നാണ് ധനവകുപ്പിന്റെ കണ്ടെത്തൽ. പരിയാരം കോളേജിന്റെ നിലവിലുള്ള ആസ്തി ബാധ്യതകൾ പരിഹരിച്ചതിനു ശേഷം മാത്രമേ ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോകാൻ സർക്കാരിനാവൂ. പൊതുമേഖലയിൽ തന്നെ 5 മെഡിക്കൽ കോളേജുകൾ ആരംഭിക്കുന്ന നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകുന്ന സ്ഥിതിക്ക് കടുത്ത സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുന്ന ഈ നടപടിക്ക് ധനവകുപ്പ് അംഗീകാരം നൽകിയേക്കില്ല. അങ്ങനെ വന്നാൽ പരിയാരം ആശുപത്രിയുടെ ഏറ്റെടുക്കൽ നടപടികളുമായി മുന്നോട്ടു പോവാൻ സർക്കാരിനാവില്ല. ഭരണസമിതി പിരിച്ചുവിട്ട് കോളേജ് അഡ്മിനിസ്ട്രേറ്റർ ഭരണത്തിൽ കൊണ്ടുവരികയും മേൽ നടപടികൾ പിന്നീട് സ്വീകരിക്കുകയും ചെയ്യണമെന്നാണ് CMB നേതൃത്വം UDF-ന് മുന്നിൽ വച്ചിരിക്കുന്ന പുതിയ നിർദ്ദേശം. സാമ്പത്തിക ബാധ്യത ഏറ്റെടുക്കേണ്ട സാഹചര്യത്തിൽ CMBയുടെ നിലപാടുകൾക്ക് ധനമന്ത്രിയുടെ പിന്തുണയുള്ളതായാണ് സൂചന. വരുന്ന UDF യോഗത്തിൽ കോളേജ് ഏറ്റെടുത്താൽ ഉണ്ടാകുന്ന സാമ്പത്തിക കണക്കുകൾ കെ എം മാണി അവതരിപ്പിക്കും. സർക്കാർ ഏറ്റെടുത്താലും നിലവിലെ ജീവനക്കാർക്ക് സംരക്ഷണമുണ്ടാകുമെന്നാണ് സഹകരണ മന്ത്രി ആവർത്തിക്കുന്നത്. എന്നാൽ നിലവിലെ ഭരണസമിതി നടത്തിയ നിയമനങ്ങൾക്ക് അംഗീകാരം നൽകേണ്ടെന്ന നിലപാടാണ് UDF നേതൃത്വത്തിനുള്ളത്. കോളേജ് ഏറ്റെടുക്കുകയും നിയമനങ്ങൾ അംഗീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ വന്നാൽ പ്രതിഷേധവുമായി CPM രംഗത്തുവരും. സർക്കാരിനെതിരെ ഇത്തരമൊരു പ്രതിഷേധം ഉയർന്നു വരുന്നതിനോട് കോൺഗ്രസ് നേതൃത്വത്തിന് യോജിപ്പില്ല. അങ്ങനെ വന്നാൽ പരിയാരം മെഡിക്കൽ കോളേജ് ഏറ്റെടുക്കൽ നടപടികൾ വീണ്ടും നീണ്ടുപോവാനാണ് സാധ്യത. TG സജിത്, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.